ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും പിള്ളേരും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്കൊരു മരിപ്പിൽ പോകണമായിരുന്നു. അതായിരുന്നു മെയിൻ. അത് കഴിഞ്ഞ് ഇവന്മാർക്കുള്ള കുറച്ച് സ്കൂൾ ഐറ്റംസ് കൂടെ മേടിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്താ പറയുക, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു കാവേരി പാർക്ക് നമ്മുടെ ആനത്താവളത്തിലേക്കൊന്ന് പോയി കേട്ടോ. നമ്മളത് ഒട്ടും പ്ലാൻ ചെയ്തിരുന്നില്ല ഇവിടെ വരുന്ന കാര്യം. നമുക്ക് മെയിനായിട്ട് ഒരു മരിപ്പിൽ പോകണമായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ പറഞ്ഞു നമുക്ക് എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നില്ലേ, ഒന്ന് കയറിയിട്ട് പോകാൻ, പിള്ളേരും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുക്കുകയാണ്. 10 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് 50 രൂപയും അത് കഴിഞ്ഞുള്ളവർക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കൂടെ ഒരു ഗൈഡ് കാണും കേട്ടോ, ഫുള്ളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ 3-4 വട്ടമൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ല, അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ഉടനെ മഴ തകർത്തു. അങ്ങനെ ഓടി ഞങ്ങൾ അക്യൂറിയത്തിനകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നേ വന്ന ടൈമിലൊന്നും ഇത്രത്തോളം ഒന്നും വിപുലീകരിച്ചിരുന്നില്ല അക്യൂറിയൊക്കെ. ഇപ്പോൾ ഫുൾ സെറ്റാണ്. അവയുടെ വരുന്ന ടൈമിൽ ഒരു 2-3 വട്ടമെങ്കിലും നമ്മളിവിടെ വരും, കാരണം അത്യാവശ്യം നല്ലൊരു പാർക്കാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് വീടിനടുത്തൊന്നും ഇത്രയും നല്ലൊരു പാർക്കില്ല. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഒരു 3-4 വട്ടമെങ്കിലും അവയുടെ പോകുന്നതിന് മുന്നേ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. തകർത്ത് പെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് തന്നെ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കേട്ടത് ഋഷിയുടെ സംഗീതമാണ്. അത് എന്താണെന്ന് എനിക്കൂടി മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ ഫ്ലെക്സിൽ കാണുന്ന എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഒരു മിനി സൂ തന്നെയാണ്. അങ്ങനെ മഴ തോന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഋഷിക്കൊരു റെയിൻകോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. മഴ നന്നായിട്ട് അത്യാവശ്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓടിച്ചൊന്ന് സൂ കാണാമെന്ന് കരുതി. കാര്യം ഇതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം, പാർക്കാണ്. അവന്മാർക്ക് കളിക്കണം, എന്നാലും അതൊന്ന് കണ്ടിട്ട് പോകണമല്ലോ. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ. ഈ തണുപ്പത്തും ആ താറാക്കൂട്ടങ്ങൾ കുളത്തിൽ തന്നെയാണ് കേട്ടോ. എന്തൊരവസ്ഥയാന്ന് നോക്കി. അങ്ങനെ നമ്മുടെ മെയിൻ താരങ്ങളാണ് ഈ നിൽക്കുന്ന 4 ആനക്കുട്ടന്മാർ കേട്ടോ. എലിഫൻറ്റ് റൈഡൊക്കെ ഉണ്ട്, വേണമെന്നുള്ളവർക്ക് ചെയ്യാം. ഞങ്ങൾ ഇതുവരെ അതിൽ കയറിയിട്ടില്ല. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഒട്ടകം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടകത്തിലും ആൾക്കാർ കയറിയിരുന്ന് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെന്ന സമയത്തും ഒരു ഫാമിലി അതിലകത്ത് കയറുന്ന കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് അതിലൊന്നും നോട്ടമില്ല. നമ്മൾ പാർക്കിൽ ഫുള്ള് അവന്മാർ കളി തന്നെയാണ്. ഫുള്ള് മഴ ആയതുകൊണ്ട് അവിടെ ആകെ ചെളിയാണ്. അവന്മാർക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമേ അല്ല. കിട്ടിയ അവസരമല്ല, മാക്സിമം മുതലെടുക്കണമല്ലോ. ഈ ആന ഉണ്ടോ ഡാൻസ് കളി. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാണ് വിടുന്നത്, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആന ചുമ്മായിട്ട് ഇങ്ങനെ തുമ്പിക്കാട്ടിക്കൊണ്ടേ ഇരിക്കുക. നല്ല രസമുണ്ട്, അതാണ് ആ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന ടൈമിൽ ഇവിടെ ഇത്രത്തോളം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ട്രാവലറിലൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നത്. ഈ ഒരു ടൂറിസ്റ്റ് ഓറിയൻറ്റഡ് പ്ലേസ് വരുന്നത് നമ്മുടെ പരവൂർ പാരിപ്പള്ളി റോഡിൽ പുത്തൻകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് 1 വീക്ക് തികച്ചില്ല സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ വെക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അത്രമാത്രം ഈ പിള്ളേർ ഇവിടെ അടിച്ച് പൊളിച്ചു കേട്ടോ. നമുക്കിപ്പോൾ ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും ബാക്ക്ഗ്രൗണ്ട് ബെസ്റ്റാണ് കേട്ടോ. ഫുൾ ഓഫ് ഗ്രീനറിയാണ് ഇവിടെ. പിള്ളേർ അവരവരുടേതായ സ്ലൈഡിലും ഈ കുതിരപ്പുറത്തും കോഴിപ്പുറത്തൊക്കെ കയറാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ മനസ്സുഖം കണ്ടെത്തിയത് ഈ ഒരു ഊഞ്ഞാലിലാണ് കേട്ടോ. മുന്നേ ഞാൻ വരുമ്പോഴും ഞാൻ വന്നിരിക്കാറ് ഈ ഒരു ഊഞ്ഞാലിലാണ്. അവന്മാർക്ക് എന്തോ ഇതിൽ വലിയ താല്പര്യമില്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇതിലിരുന്ന് ആടാനായിട്ട്. ഞാൻ കൃഷ്ണനോട് പറഞ്ഞു, എടാ ചെറുതായിട്ട് എന്നെ ഒന്ന് ആട്ടം. അവൻ ആഞ്ഞു വലിച്ചൊരാട്ടം. അങ്ങനെ അവിടെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചോദിച്ചു ഇനി ക്യാൻറ്റീനകത്തൊന്ന് കയറാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ. അങ്ങനെ വലിയ കരുത്തി ചെന്ന് അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു തൽക്കാലം സപ്ലൈ കഴിഞ്ഞു, ഇനി ഒരു 1/2 hour വെയിറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങളവിടെ അധികം നിൽക്കുന്നില്ല, കാര്യം വെറുതെ വെയിറ്റ് ചെയ്ത് ടൈം കളയണ്ടല്ലോ. മഴ വരുന്നുണ്ട്, അപ്പോൾ പോകാം, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ അടുത്തെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടില്ല കേട്ടോ. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നതിന് ശേഷമാണ് ഇത് കണ്ടത്. അങ്ങനെ ഇവിടെ കയറി ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അച്ഛന് ഊണ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഒരു ലൈം ജ്യൂസോട് കൂടി എൻ്റെ ഫുഡ് ഇടിഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പിള്ളേഴ്സ് ഡേ ഔട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.